ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിഷ റെസിപ്പീസ്. ഞാൻ ഇന്നിവിടെ ഗോതമ്പ് നുറുക്ക് കൊണ്ടൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് അതിനായിട്ട് തന്നെയുള്ള പ്രത്യേക നുറുക്ക് ഗോതമ്പ് വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് അതിൻ്റെ വലിപ്പം. ഈ വലിപ്പത്തിലുള്ള ഗോതമ്പ് നുറുക്ക് കൊണ്ടാണ് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി അതിൽ ഒരു പാൻ വയ്ക്കുക. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 2 to 3 ടേബിൾ സ്പൂൺ ഓയിൽ മതിയാവും നമുക്ക്. ഇതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു സവോള ചെറുതായി കൊത്തി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, പിന്നെ 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില അതും പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ നമുക്കൊരു 3 വറ്റൽമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ആവശ്യാനുസരണം നമുക്ക് ചേർക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇതിലേക്ക് ഇടുക. നമുക്ക് ഈ കടുകിൻ്റെ കൂടെ ഉഴുന്ന് ചേർക്കാം, അല്ലെങ്കിൽ പരിപ്പ് നമുക്ക് ചേർക്കാം. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് കടുകിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. വെള്ളം എന്ന് പറയുന്നത് 1 കപ്പിന് 1.25 കപ്പ് വെള്ളം നമ്മൾ ചേർക്കണം. സാധാരണ നമ്മൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിലും കൂടുതൽ വെള്ളം ഇതിന് വേണം. അപ്പോൾ 1 കപ്പിന് 1.25 കപ്പ് വെള്ളം ചേർക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. അത് തിളച്ചതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ഗോതമ്പ് നുറുക്ക് ചേർക്കാം. തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഗോതമ്പ് നുറുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വേവിക്കണം. ഇനി ഗോതമ്പ് നുറുക്കാകുമ്പോൾ സ്വല്പം വേവുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ വെള്ളം സ്വല്പം കൂടുതൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് എല്ലായിടത്തും ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ഗോതമ്പ് നുറുക്ക് റവ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് വളരെ എളുപ്പത്തിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Press the bell icon to get the notification. Thank you.